ഈ കേസിലെ ചില നിരീക്ഷണങ്ങൾ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം എന്ന് ഹൈക്കോടതി അടുത്ത മാസം 10-ാം തീയതി ഒരു ഉത്തരവിടും എന്ന് കരുതുന്നു. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് തീർച്ചയായിട്ടും ഹൈക്കോടതി അത് മുഴുവനായും സെൻസർ ചെയ്യാതെ അതിൻ്റെ മുഴുവൻ ഗവൺമെൻറ്റിൽ നിന്ന് ഹാജരാക്കിയിട്ടുണ്ടാവും. കോടതി അത് പഠിക്കും. അതിനകത്ത് ആരൊക്കെയാണ് ഒരു കോഗ്നിസബിൾ ഒഫൻസ് ഡിസ്ക്ലോസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നതെന്ന് ഹൈക്കോടതി നോക്കും. അതിനെല്ലാം കേസ് വേണ്ടി വരും. അതിനകത്ത് വരാത്ത ആൾക്കാർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റ് ഫേസ്ബുക്കിലോ ഒക്കെ പറഞ്ഞവർക്ക് തീർച്ചയായിട്ടും അവരും കേസിലേക്ക് പോകുന്നെങ്കിൽ പോലീസ് കേസെടുക്കേണ്ടി വരും. ഏതായാലും ഈ കേസിൻ്റെ നമ്പർ കൂടും. മലയാളത്തിലെ പ്രമുഖ നടന്മാർക്ക് എല്ലാവർക്കും കേസുണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സിദ്ദിഖിനെതിരായിട്ട് കേസ് വരുന്നുണ്ട്, മുകേഷിനെതിരായിട്ട് കേസ് വരുന്നുണ്ട്. മലയാള സിനിമ അമ്മയുടെ ഭാരവാഹി പലർക്കും എതിരായിട്ട് കേസ് വരുന്നുണ്ട്. ഇടവേള ബാബു, അത് ജയസൂര്യ, അങ്ങനെ മലയാള സിനിമയിലുള്ള നടന്മാർക്ക് പലർക്കും എതിരായിട്ടുള്ള ആരോപണങ്ങൾ ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയെങ്കിൽ 100 കണക്കിന് കേസ് മലയാള സിനിമയിലെ നടന്മാർക്കെതിരായിട്ട് വരും. മലയാള സിനിമക്കാരുടെ സംഘടനയായ അമ്മയിലെ ഭാരവാഹികൾ പലരും തെറിക്കുന്നതാണ് കാണുന്നത്. ആ ഭാരവാഹിത്വം വഹിക്കുന്നവർ പുതിയ ചാർജ് എടുത്തിട്ടുണ്ട്, അവർക്കെതിരെ ആരോപണം വരികയാണ്. അതുകൊണ്ട് അമ്മ എന്ന സംഘടനയിൽ അതിൻ്റെ പ്രാധാന്യം നശിച്ചു, അതിൻ്റെ ഇമ്പോർട്ടൻസ് നശിച്ചു. അതിനകത്ത് ഉള്ള ഭാരവാഹികൾ പലർക്കും തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ആക്ഷേപം കേൾക്കേണ്ടി വരും, അങ്ങനെയുള്ള കേസിൽ പ്രതിയാകേണ്ടി വരും. അതുകൊണ്ട് അമ്മ ഇനി അവിടെ പ്രവർത്തിക്കാതെ അത് പിരിച്ചുവിടുന്നതായിരിക്കും നല്ലത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അമ്മയുടെ ഭാരവാഹികൾ എല്ലാവർക്കും തന്നെ എതിരായിട്ട് കേസുകൾ വരാൻ പോകുന്ന കാഴ്ചയാണ്. അവിടുത്തെ പ്രസിഡന്റ് രംഗത്ത് വരുന്നില്ല. അതിനകത്തുള്ള പല നടന്മാരും മാറിക്കഴിഞ്ഞു. അവരാരും രംഗത്ത് വരാൻ തയ്യാറല്ല. കാരണം ഇതുപോലെയുള്ള സംഭവങ്ങൾ നടന്മാർക്ക് മാത്രമല്ല, സംവിധായകർക്കും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനും ഒക്കെ എതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രാരംഭമായിട്ടൊരു കേസ് ഇപ്പോൾ അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി സിദ്ദിഖിനെതിരായിട്ട് കേസ് വരുന്നുണ്ട്, മുകേഷിനെതിരായിട്ടും FIR ആകുമെന്ന് ഉറപ്പായി. വരും ദിവസങ്ങളിൽ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യേണ്ടി വരും പോലീസിന്. ഹൈക്കോടതി ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് തീർച്ചയായിട്ടും കോഗ്നിസബിൾ ഒഫൻസ് എടുക്കേണ്ട കേസുകളെല്ലാം എടുക്കാനുള്ള ഒരു ഡയറക്ഷൻ വരുമെന്നാണ് ഞാൻ കരുതുന്നത്. അതൊന്നും നമുക്ക് സപ്രസ് ചെയ്യാനോ ഇഗ്നോർ ചെയ്യാനോ ഒരു ഗവൺമെൻറ്റിനോ ഒരു കമ്മിറ്റിക്കോ ഒന്നും കഴിയില്ല. അത് കേസിലേക്ക് തന്നെ പോകും. അതിനകത്ത് ചില മൈനർ ഒഫൻസ് ചെയ്തവർക്കെതിരെ കേസെടുത്താൽ ചിലപ്പോൾ അത് സെറ്റിൽ ചെയ്യാം. അവർ ക്ഷമ പറഞ്ഞ് അതിൽ നിന്ന് അലൻസിയർക്കെതിരായിട്ട് ആരോപണം പറഞ്ഞ ആ നടിയോട് അന്നേ ക്ഷമ പറഞ്ഞു എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു. എന്തായാലും ക്ഷമിക്കാൻ പറ്റുന്ന കേസുകളെല്ലാം ക്ഷമ നടത്തി അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നതാണ് നല്ലത്. അല്ലാത്ത കേസുകളെല്ലാം നിലനിൽക്കും. അല്ലാത്ത കേസുകളിൽ അവരെ നടന്മാരെ അറസ്റ്റ് ചെയ്യും, അവരെ റിമാൻഡ് ചെയ്യും, പോലീസ് കസ്റ്റഡി വാങ്ങും. ആ കേസിൻ്റെ ട്രയലിൽ ചിലപ്പോൾ സാക്ഷികളുണ്ടെങ്കിലും സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഉണ്ടെങ്കിലും മതിയാവും. കേസിന് ശിക്ഷ അനുഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. രഞ്ജിത്തിനെതിരായി എറണാകുളം നോർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. നോൺ ബെയിലബിൾ ആണ്. പോലീസ് സ്റ്റേഷനിൽ ജാമ്യം ലഭിക്കില്ല. ബംഗാളി നടി ശ്രീലേഖ മിത്രയെ അദ്ദേഹം ഒരു സിനിമയിൽ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തി. ജോഷി ജോസഫ് എന്ന ഒരു സംവിധായകൻ, അദ്ദേഹം ബംഗാളിൽ കൂടുതൽ സമയം വർക്ക് ചെയ്യുന്ന ആളാണ്. തൻ്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് ബംഗാളിലെ പല നടന്മാരെ അദ്ദേഹത്തിന് പരിചയമുണ്ട്. എന്തായാലും രഞ്ജിത്തിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് മുഖേന ജോഷി ജോസഫിനെ ബന്ധപ്പെട്ട് ശ്രീലേഖ മിത്ര എന്ന ബംഗാൾ നടിയെ അദ്ദേഹം കേരളത്തിലേക്ക് വിളിച്ചു വരുത്തി ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്തു. എറണാകുളത്ത്
ഒരു ഹോട്ടലിൽ മുറി എടുത്തു കൊടുത്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ ഈ സിനിമയെപ്പറ്റി സംസാരിക്കാനായിട്ട് വിളിച്ചു വരുത്തി. ഫ്ലാറ്റിൽ വെച്ച് അവരോട് മോശമായി പെരുമാറി എന്നാണ് ആക്ഷേപം. ഈ കാര്യത്തെപ്പറ്റി, ഈ സിനിമയെപ്പറ്റി സംസാരിച്ചിരിക്കുമ്പോൾ അദ്ദേഹം അവരുടെ കയ്യിലെ വളകൾ നോക്കി അതേ ടച്ച് ചെയ്തു. വളകളെ കൈകളും ചേർത്ത് ഉരുമ്മി. പിന്നീട് സ്നേഹത്തോടെ അവരുടെ കഴുത്തിൻ്റെ പിന്നിൽ തലോടി എന്നാണ് അവർ പറയുന്നത്. ബംഗാളിലെ പ്രശസ്തയായ നടിയാണ്, അവിടുത്തെ CPM-ൻ്റെ വർക്കറാണ്. പല സത്യാഗ്രഹ രംഗത്തും അവർ CPM-ൻ്റെ കൊടി പിടിച്ച് നിൽക്കുന്ന കാണാം. നല്ല അഭിനേത്രിയാണ്, അവിടുത്തെ ലീഡിങ് ആക്ട്രസ്സാണ്. മലയാളത്തിലേക്ക് വരാൻ അവർക്ക് സന്തോഷമായിരുന്നു. പക്ഷേ ഇവിടെ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു. അവരെ ഉടൻ തന്നെ വിഷമിച്ച് ഈ സംഭവത്തിന് ശേഷം രഞ്ജിത്തുമായിട്ട് പിണങ്ങി അവരവരുടെ മുറിയിൽ, ആ ഹോട്ടലിലെ മുറിയിൽ വന്നു. ഈ സമയത്ത് അവർ ജോഷി ജോസഫ് ബന്ധപ്പെട്ടു. ജോഷി ജോസഫിനോട് അവർ കരഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ജോഷി ജോസഫ് ഉടൻ തന്നെ അവരുടെ മുറിയിലെത്തി ഇവരെ സാന്ത്വനിപ്പിച്ചു. അവരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നാണ് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ അദ്ദേഹം പറഞ്ഞത്. ആ സംഭവം ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഫാദർ വട്ടോളി എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന് ഈ വിവരം അറിയാം. അദ്ദേഹം ചാനലിൽ പ്രത്യക്ഷപ്പെട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് നമ്മളൊക്കെ കേട്ടു. ഈ സംഭവം കഴിഞ്ഞ ശേഷം അവരോടൊരു ക്ഷമ പറഞ്ഞാൽ, ഇത് അംഗീകരിച്ച് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അവർ പൊറുക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അതൊരു ഈഗോ ക്ലാഷ് രഞ്ജിത്തിനുണ്ടായോ എന്തോ, അതങ്ങ് വലിച്ചു നീട്ടി അനാവശ്യമായി ഇതിനകത്ത് ചെന്ന് ചാടി. അവർ ഇപ്പോൾ ഒരു ഇമെയിൽ പരാതി അയച്ചു. എമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണ ടീമിനെ സംസ്ഥാന ഗവൺമെൻറ് ഇവിടെ നിയോഗിച്ചു. സ്പർജൻ കുമാർ ട്രിവാൻഡ്രം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണം വിപുലീകരിച്ചിട്ടുണ്ട്. 4 ഡയറക്റ്റ് IPS ലേഡീസിനെ തന്നെ അന്വേഷണത്തിൻ്റെ ചുമതലയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. 2 വെറ്ററന്മാർ SP അജിത് IPS എന്ന AIG എന്ന വ്യക്തിയെയും മറ്റ് മധുസൂദൻ എന്നൊരു SP-യും ക്രൈംബ്രാഞ്ച് SP-യും അന്വേഷണ ടീമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എറണാകുളം നോർത്ത് പോലീസ് അവർ അയച്ച ഇമെയിൽ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തു. അത് പൂങ്കുഴലി SP അന്വേഷിക്കുമെന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. എന്തായാലും അന്വേഷണത്തിന് ഉള്ള എല്ലാ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസും കളക്ട് ചെയ്യുക. അവർ ബംഗാളിൽ നിന്ന് അവരെ വിളിച്ചു വരുത്തി. അത് ജോഷി മുഖേനയാണ് എവിഡൻസ് ഉണ്ട്. അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്തു. തിരിച്ചു പോകാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്തില്ല. അത് മനഃപൂർവ്വമാണ്. അവർക്കുണ്ടായ അനുഭവങ്ങൾ അവർ ജോഷിയായിട്ടും ഫാദർ വട്ടോളിയുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അന്ന് തന്നെ പങ്കുവച്ചു. സബ്സിക്വൻ്റ് ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സംഭവം കഴിഞ്ഞ ഉടനെ പങ്കുവച്ചിട്ടുണ്ട്. അത് കള്ളമാണെന്ന് പറയാനും കഴിയില്ല. ഏതായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അണ്ടർ സെക്ഷൻ 74 നാഗരിക പുതിയ നിയമം അനുസരിച്ച് സെക്ഷൻ 74, 75, 76 പരിധിയിൽ വരും. അത് 74 അനുസരിച്ചാണെങ്കിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ട്രയൽ നടത്തുന്നത്. ജാമ്യം കൊടുക്കാൻ പാടില്ല. പോലീസ് സ്റ്റേഷനിൽ ജാമ്യം ലഭിക്കില്ല. അറസ്റ്റ് ചെയ്താൽ റിമാൻഡ് ചെയ്യാം, കസ്റ്റഡി വാങ്ങാം, അതിനുശേഷം ജാമ്യം ലഭിക്കും. മറ്റ് 2 75, 76 വകുപ്പിനകത്താണ് കയറുന്നെങ്കിൽ അതും സെഷൻസ് കോടതിയാണ് ട്രയൽ. ജാമ്യം ലഭിക്കില്ല, പോലീസ് സ്റ്റേഷൻ ലഭിക്കില്ല. കോടതിയിൽ നിന്ന് ഏതായാലും റിമാൻഡ് ചെയ്ത് അന്വേഷണം കസ്റ്റഡി ചോദിച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റഡി വാങ്ങിച്ച ശേഷമേ ലാബിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയുള്ളൂ. ഇത് തീർച്ചയായിട്ടും ഒരു സീരിയസ് കേസ് തന്നെ, എവിഡൻഷ്യറി വാല്യൂ കൂടുതലുള്ളതാണ്. അതുകൊണ്ട് അത്ര ഈസി അല്ല ഇതിനകത്ത് നിന്ന് ഊരിപ്പോകാൻ. ആ ഒരു സംഭവം ഇത്ര നാളായിട്ട് അത് സെറ്റിൽ ചെയ്തിരുന്നെങ്കിൽ, കാരണം അവർക്ക് കേസ് കൊടുക്കാൻ യാതൊരു താല്പര്യവും അടുത്ത കാലം വരെ ഉണ്ടായിരുന്നില്ല. ക്ഷമിച്ചു അല്ലെങ്കിൽ എന്ന് അവർ പറയാൻ റെഡിയായിരുന്നു, ഒരു ക്ഷമ ചോദിച്ചെങ്കിൽ. പക്ഷെ അത് നടന്നില്ല. ഇപ്പം കളി കാര്യമായി, FIR ആയി. സ്പർജൻ കുമാറിൻ്റെ നേതൃത്വത്തിൽ അന്വേഷിക്കുകയാണ്.